ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീട്ടിൽ കുറച്ച് വാഴയ്ക്കയും പിന്നെ രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഓടി വായോ. നല്ല അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 4-5 എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഇത്ര എടുത്തേക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 2 ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ആ തലയും പാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ദാണ്ട ഇതുപോലെ. അപ്പം ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോഴേ എൻ്റെ വെജിറ്റബിൾ സ്റ്റീമറിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ചും സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് വെജിറ്റബിൾ സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം ഭയങ്കര എളുപ്പമാണ്, നല്ല രസമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ കാലാവധി കഴിയാറായി. എൻ്റെ മോൻ ശരിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതാണ്ട് ഒന്ന് അടച്ച് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് നല്ല തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതാണ്ട് അതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് കളഞ്ഞിട്ട് നമുക്കിനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അപ്പം എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കാര്യമായ പരിപാടിയിലേക്ക് കടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് ചേർക്കണം താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉഴുന്നിൻ്റെയൊക്കെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ എത്തണം. ആ ഒരു സമയം വരെ നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ആ കറിവേപ്പിലയിലൊക്കെ വെള്ളത്തിന്റെ അംശം കൊണ്ടാണ് കേട്ടോ ഈ പൊട്ടിത്തെറിയും ചീറ്റലൊക്കെ കാണുന്നത്. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ട കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി അല്ലീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ദാണ്ട ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ദാണ്ട ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാനൊരു അല്പം കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കൊള്ളട്ടെ. അതുവരെയും ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാഴയ്ക്ക ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോയതാണ്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാണ്ടേ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെ തമിഴ്നാട്ടിൽ പൊടിമാസ് എന്ന് പറയും കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ്. പക്ഷെ ഞാനിതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ പൊടിമാസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇതുപോലെ നടുക്കൊരു കുഴി ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒരു അല്പം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം. ഒരു നെയ്യുടെ ചെറിയൊരു ഫ്ലേവർ ഇതിനുള്ളപ്പം കുറച്ച് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇത്തിരി നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ട ചേർക്കുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചേർത്താൽ മതി. മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു വെള്ളം ഇതിനകത്തോട്ട് വീണതാ ഞാൻ എടുത്ത് കളഞ്ഞത്. അപ്പോൾ അതാണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുട്ട ചേർക്കാതെയും ഇതുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. മുട്ട ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്നും മുട്ട ചേർക്കാതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് മുട്ട ചേർത്ത് ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കിയതാണ് കേട്ടോ.
അപ്പോൾ ദാണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വരണം. ഇതുപോലെ ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് തേങ്ങയാണ്. അതൊരല്പം ആഡംബരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങയ്ക്ക് നല്ല വില കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ എനിക്കൊരല്പം തേങ്ങയും കൂടി ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതും പിന്നെ ഒരിഷ്ടം, കഴിക്കാനൊരിഷ്ടം. അതുകൊണ്ട് ഞാനൊരല്പം തേങ്ങ ചേർക്കും. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഒരുപാട് സമയം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല അടിപൊളി ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വാഴയ്ക്കയും മുട്ടയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ, അല്ലെങ്കിൽ മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല, വാഴയ്ക്ക് ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പം ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ബൈ ബൈ.